സാറേ ഈ പേപ്പർ കൂടെ എപ്പോഴാണല്ലോ ഇവിടെ. ഈ സെക്കൻഡ് സാറ്റർഡേ സൺഡേയും കൂടി അടുപ്പിച്ച് വരണോണ്ട് രാത്രി ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം കേട്ടോടാ. അങ്ങനെയൊന്നുമില്ല സാറേ, പ്യൂൺ കൊണ്ട് പണി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നീ ഓ, ഹോക്കിയിൽ ശ്രീജേഷ് വെങ്കലം നേടി. അല്ലെങ്കിലും മലയാളി ആമ്പിള്ളേരൊക്കെ അങ്ങനെയായി. ഓ, അങ്ങനെ കുറ്റം പറയുമൊന്നും വേണ്ട. ഞാനും ഒരു കാലത്ത് സ്കൂളിൽ അവര് നല്ല അത്ലറ്റ് ആയിരുന്നു. ചീത്ത മത്സരത്തിലായിരിക്കും. സാറ് കളിയാക്കല്ലേ സാറേ. ചേച്ചിയുടെ ഐറ്റം ഏതായിരുന്നു ചേച്ചി? എന്റെ അലക്സെ ഒന്നും പറയണ്ട. ഞാനേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. PT ഉഷ ആയിരുന്നു എന്റെ റോൾ മോഡൽ. പക്ഷേ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ ഈ പുള്ളിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇയാൾക്ക് കെട്ടിച്ചും കൊടുത്തു. അതോടുകൂടി എന്റെ ഓട്ടം അടുക്കളയിൽ നിന്ന് ആ മുറിയിലേക്ക്, ആ മുറിയിൽ നിന്ന് ഈ മുറിയിലേക്ക്, ഈ മുറിയിൽ നിന്ന് ഈ മുറിയിലേക്ക്, ഇങ്ങനെയായി. എന്നാൽ ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാത്തതിന്റെ വിഷമം അത് ഞാൻ നിനക്ക് മാറ്റി തരാം. നീ ഓടിപ്പോയി ഈ അലക്സിന് ചായ ഇട്ടോളൂ. ദേ മനുഷ്യ, ഞാൻ ഫുട്ബോൾ കളിക്കാത്തത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഒറ്റ തൊഴിക്ക് നിങ്ങളുടെ ഈ തല ഞാൻ പാരീസിൽ എത്തിച്ചേനെ. അലക്സിന് മധുരം ഇടാത്ത ആയല്ലേ, ഇപ്പൊ കൊണ്ടുവരാം. കാലുമൊക്കെ നടക്കാൻ മേലാത്ത ഇവളൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോണത്. എന്നാലും സാർ ഇത്രയും ചേച്ചിനെ കളിയാക്കണ്ടായിരുന്നു. ഇതൊക്കെ ചെറുതാടാ, ഇതിലും വലുതൊക്കെ ഇവിടെ നടക്കാറുള്ളത്. എന്നാ അലക്സ ചായ. കടുപ്പ് ഇച്ചിരി കൂടിയോന്ന് സംശയം. മഴ മാറിയപ്പോഴേക്കും എന്തൊരു ചൂടാ. ഓട്ടക്കാരി തന്നെ ഇരിക്കുവാണോ? ഇങ്ങനെ ഇരുന്ന ഒളിമ്പിക്സ് മെഡൽ കിട്ടു. ഓട്ടക്കാരി ഇരിക്കരുത്, ഓടിപ്പോയി എനിക്ക് ജ്യൂസ് എടുത്തോണ്ടു. ഇതേ മനുഷ്യ, അഭ്യാസം ഇറക്കരുത് കേട്ടാ. തലയെടുത്ത് ഞാൻ ഷോർട്ട് പുട്ട് അറിയും. അയക്കൊരു ജ്യൂസ് കുടിക്കാത്തതിന്റെ കേടാ പറയുന്നില്ല. ഓട്ടക്കാരിക്ക് സ്പീഡ് പോരാ, വേഗം വാ വേഗം വാ. എടാ അലക്സെ, വിളിയുടെ അപ്പപ്പ് അവർ സ്കൂളിൽ ഓടിയാടാ പരിചയമുള്ളൂ. കോരി ഞാൻ തലവഴി ഒഴിച്ചു കളയും. സാറേ ആമസോണിന്റെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു സാറേ. സാറേ ഈ സുഗുണൻ മരോട്ടിത്തല വീട്, പുള്ളിയുടെ പേരിലൊരു ഡെലിവറി ഉണ്ടായിരുന്നു സാറേ. ഇത് തന്നെയല്ലേ? സുഗുണൻ ഞാൻ തന്നെ, പക്ഷെ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. സുഗുണൻ ഓർഡർ ചെയ്യാതെ സുഗുണന്റെ പേരിൽ വരില്ലല്ലോ. ഞാനതിനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. ഒരു മിനിറ്റ്. താങ്ക് യു. KV സുഗുണൻ, മരയോട്ടിത്തല ഹൗസ്, ഫ്രം വിജയ കോസ്മെറ്റിക്സ്. ഇതെന്നതാ മനുഷ്യത്? എന്താടി, എനിക്കൊന്നും അറിയാൻ മേല. നീ അത് പൊട്ടിച്ച് നോക്കിയേ. അല്ലെങ്കിലും നോക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എടോ സത്യം പറയടോ, ഇത് ആർക്ക് കൊടുക്കാനാണോ വാങ്ങിയത്? ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ, കോമ്പാക്ട്, പെർഫ്യൂം, മസ്കാര, ഫേസ് വാഷ്, ബോഡി ലോഷൻ, ഐലൈനർ, നെയിൽ പോളിഷ്, ഹൈലൈറ്റ്, ബ്രഷ്. സത്യം പറയടോ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ താൻ ഓർഡർ ചെയ്തത്? ആ ഓഫീസിൽ ആ ശിങ്കാരി സുഷമയ്ക്ക് വേണ്ടിട്ടാ? എടോ തന്നോടാ ചോദിച്ചത്. ഇപ്പൊ തന്റെ നാക്കെന്നെ കുറുക്ക കൊണ്ടുപോയോ? ഇയാളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ അലക്സേ? എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ബാക്കി കാര്യം. ഇതൊക്കെ ഓർഡർ ചെയ്തേ? സത്യമായിട്ടും എന്റെ അലക്സ, ഇതൊന്നും ഞാൻ ഓർഡർ ചെയ്തത് അല്ലടാ. സാറിന് ഓഫീസിലെ സുഷമയായിട്ട് ചുറ്റികളി ഉണ്ടെന്ന് പൊതുവെ ഒരു പാത്രമുണ്ട്. എടാ നാറി പോക്കത്തരം പറയരുത്. അവൾ എനിക്ക് പെങ്ങളെ പോലെയാടാ. എടാ ഞാൻ അല്ലടാ ഇതൊന്നും ഓർഡർ ചെയ്തത്. പിന്നെ ഇതാരായിരിക്കും ഓർഡർ ചെയ്തത്? ഇതിപ്പോ എന്റെ പേരിലെങ്ങാനും ആയിരുന്നു ഓർഡർ ചെയ്തെങ്കിൽ പൈസയിലവായി പറഞ്ഞു ഇവിടെ കിടന്ന് എന്നെ തെറി വിളിച്ചാണ്. ഇതിപ്പോ അയാളുടെ പേരിൽ ഓർഡർ ചെയ്തുകൊണ്ട് അയാളെ നാല് തെറി പറയാൻ പറ്റി, എനിക്ക് സാധനം കിട്ടി. എന്റെ അടുത്ത് അയാൾക്കടെ കളി. ഇത് ഞാൻ എനിക്ക് വേണ്ടി